മെസ്സി വരില്ല, പക്ഷേ നീതു വരും വഴുതക്കാട്. ഇങ്ങനെ ഒരു പോസ്റ്ററിലെ വാചകങ്ങൾ വൈറലായി കഴിഞ്ഞു. ആ വൈറൽ പോസ്റ്ററിലെ സ്ഥാനാർത്ഥി തേടിയാണ് മീഡിയ വൺ സംഘം ഇന്നിറങ്ങുന്നത്. ഇപ്പോൾ വഴുതക്കാട്, തിരുവനന്തപുരം കോർപ്പറേഷനിലെ വഴുതക്കാട് വാർഡിൽ മത്സരിക്കുന്ന UDF സ്ഥാനാർത്ഥി നീതു വിജയൻ മീഡിയ വണ്ണോടൊപ്പം ചേരുന്നുണ്ട്. ഈ ഒരു പോസ്റ്റർ, അതിലെ കണ്ടന്റ് അടക്കം വലിയ വൈറലായിരുന്നു. അപ്പോൾ അത് ആരാണ് തയ്യാറാക്കിയത്? ഞങ്ങളുടെ വേണ്ടപ്പെട്ട എല്ലാ പ്രവർത്തകരും കൂടെ ചേർന്നിട്ടാണ്. നീതു യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയാണ്. ഇതിപ്പോൾ രണ്ടാം തവണയാണ് കോർപ്പറേഷനിലേക്ക് മത്സരിക്കുന്നത്. കഴിഞ്ഞ തവണ ജഗതി മത്സരിച്ചു, പക്ഷേ പരാജയപ്പെട്ടു പോയി. അപ്പോൾ ഇത്തവണ വഴുതക്കാട് മത്സരിക്കുമ്പോൾ എത്രത്തോളം വിജയ പ്രതീക്ഷയുണ്ട്? 100% വിജയപ്രതീക്ഷയുണ്ട്. കാരണം എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ജനങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് ഇവിടെ ഒരു മാറ്റം കൊണ്ടുവരണം എന്നുള്ളത്. അപ്പോൾ അത് ഞങ്ങൾ എന്തായാലും അതിന് വേണ്ടിയിട്ട് പരമാവധി ശ്രമിക്കുന്നുണ്ട്. ജനങ്ങൾ ഉറപ്പായിട്ടും ഞങ്ങളുടെ ഒപ്പം തന്നെ ഉണ്ടാവും. ഞാൻ ജഗതിയിൽ 5 വർഷം മുന്നേ മത്സരിച്ച് തോറ്റുപോയി, എങ്കിലും വീട്ടിലിരിക്കാനായിട്ട് ശ്രമിച്ചിട്ടില്ല. 5 വർഷവും ലൈവായിട്ട് തന്നെയാണ് ജഗതിയിൽ ഉണ്ടായിരുന്നത്. എല്ലാ പൊതുപ്രവർത്തനങ്ങളിലും ഭാഗമാകാനായിട്ട് എനിക്ക് സാധിച്ചിട്ടുണ്ട്. അതൊക്കെ കൊണ്ട് തന്നെയാണ് എനിക്കിവിടെ ഒരു സ്ഥാനാർത്ഥിയാവാൻ ഒരു അവസരവും കിട്ടിയത്. യൂത്ത് കോൺഗ്രസിന്റെ എല്ലാ സമരത്തിലും മുമ്പിൽ തന്നെ കാണും, അടിയിട്ടാറുണ്ട്. അത്യാവശ്യം സമരങ്ങളിലെല്ലാം മുന്നേ നിൽക്കാറുണ്ട്. സമരപരിപാടികളുടെ എല്ലാം ഭാഗമാകാൻ ശ്രമിക്കാറുണ്ട്. ഈ കഴിഞ്ഞ 15 വർഷമായിട്ട് CPIയുടെ ഭരണത്തിലിരിക്കുന്ന വാർഡാണിത്. അപ്പോൾ ഇവിടെ പെട്ടെന്നൊരു വിജയം പ്രതീക്ഷിക്കാൻ കഴിയുമോ? ഉറപ്പായിട്ടും. ഇപ്പൊ ഇന്ന് തന്നെ രാവിലെ ഒരു മാധ്യമങ്ങൾക്ക് ബൈറ്റ് കൊടുക്കുന്നത് ശ്രദ്ധിച്ചായിരുന്നു. അപ്പൊ അവർ പറയുന്നുണ്ട് ഇവിടെ ഉള്ള ജനങ്ങൾക്ക് സിവിക് സെൻസ് ഇല്ല എന്ന്. അപ്പോ അത്തരത്തിൽ ജനങ്ങളെ മനസ്സിലാക്കിയ ഒരു കൗൺസിലറാണ് ഇവിടെ ഉള്ളത്. കഴിഞ്ഞ 10 വർഷമായിട്ട് അവരിവിടെ ഭരണം നടത്തുന്നതാണ്. ഈ ഇത്രയും മനസ്സിൽ ഇത്രയും ഈ രീതിയിൽ ചിന്തിച്ചു വെച്ചിട്ടാണ് ജനങ്ങളോട് അവർ സംസാരിച്ചുകൊണ്ട് ഇടപഴകിക്കൊണ്ടും ഇരുന്നത്. ഇവിടുത്തെ റോഡുകൾ തന്നെ നിങ്ങൾ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഒരു റോഡിൽ പോലും നമുക്ക് വാഹനങ്ങൾ മര്യാദയ്ക്ക് ഓടിച്ചുകൊണ്ട് പോകാൻ പറ്റുന്ന സാഹചര്യത്തിലല്ല. വെറുതെ പറയുന്നതല്ല, നിങ്ങൾക്കൊന്ന് ചെക്ക് ചെയ്താൽ തന്നെ മനസ്സിലാവും. രാവിലെ ഒരു ചാനൽ വന്ന് വീഡിയോ എടുത്തപ്പോഴത്തേന് അവര് തന്നെ കാണിക്കുന്നുണ്ട് ഈ റോഡ് ഇങ്ങനെ പൊളിഞ്ഞു കിടക്കുന്നു. ഈ ഒരു സാഹചര്യത്തിലാണ് വണ്ടികളെല്ലാം ഓടുന്നത്. ഈ വഴുതക്കാട് വാർഡിലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം എന്താണ്? റോഡിന്റെ ഇഷ്യൂ മെയിൻ ആയിട്ട് ഒരു ഇഷ്യൂ ആണ്. ഒരു പ്രശ്നമായിട്ട് നമുക്ക് ഇവിടെ പറഞ്ഞു തീർക്കാനായിട്ട് പറ്റത്തില്ല. ഇവിടെ ഡ്രെയിനേജിന്റെ സൗകര്യം വളരെ ബുദ്ധിമുട്ടിയാണ് ഇവിടെ ഉള്ള ആൾക്കാർ അങ്ങനെയുള്ള കാര്യങ്ങളിൽ നിൽക്കുന്നത്. അത് ഒരുപാട് കൗൺസിലറുമായിട്ട് ഒരുപാട് സംസാരിക്കേണ്ട സാഹചര്യം ഉണ്ടാക്കിയിട്ടുണ്ട്. എന്നിട്ടും വേണ്ട കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല. അതുപോലെ തന്നെ പട്ടിയുടെ ശല്യം, പേപ്പട്ടി കടിച്ചിട്ട് ഇപ്പോഴും ആൾക്കാർ വീടുകളിൽ കിടക്കുന്നുണ്ട്. അതിനും വേണ്ട കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല. അതുപോലെ തന്നെ സൗഹൃദ ഇടനാഴി, അത് നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും. ഇത് എപ്പോഴാണ് കെട്ടിയത്, എന്തിനാണ് ഇത് പൊളിച്ചു മാറ്റിയതെന്ന് ഇപ്പോഴും ഇവിടെ ഉള്ള ജനങ്ങൾക്ക് അറിയത്തില്ല. താഴെ ഒരു ബസ് സ്റ്റോപ്പ് ഉണ്ട്. ആ ബസ് സ്റ്റോപ്പിൽ പട്ടിക്കും പൂച്ചയ്ക്കും കിടക്കാനുള്ള സാഹചര്യമാണ് ഇപ്പോൾ ഒരുക്കി കൊടുത്തിട്ടുള്ളത്. അപ്പൊ ഇങ്ങനെയുള്ള ഒരുപാട് പ്രശ്നങ്ങളാണ് ഇവിടെ ഉള്ളത്. റോഡുകൾ തന്നെ നമ്മൾ മെയിൻ ആയിട്ട് പറയേണ്ടത്. അവര് റീടാറിംഗ് ചെയ്തതിന് 3 ദിവസം കഴിഞ്ഞപ്പോഴും തന്നെ അത് പൊളിഞ്ഞു തുടങ്ങി. ആൾക്കാർ അതുവഴി വാഹനങ്ങൾ ഓടിക്കുന്നു, വീഴുന്നു, അങ്ങനെയുള്ള കുറെ പ്രശ്നങ്ങൾ. അപ്പൊ ഈ രീതിയിലാണ് ജനങ്ങളെ ട്രീറ്റ് ചെയ്യുന്നത്. കഴിഞ്ഞ 10 വർഷം കൊണ്ട് ഇവർക്ക് എങ്ങനെയാണ് ഇവിടെ വികസനങ്ങൾ കൊണ്ടുവരാനായിട്ട് സാധിച്ചത്? കോൺഗ്രസ് ഇപ്പോ UDF ഇപ്പോ അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ വികസനങ്ങൾ മാത്രം മുന്നിൽ കണ്ട് തന്നെയാണ് മുന്നോട്ട് പോകാനായിട്ട് ശ്രമിക്കുന്നത്. വിജയിക്കുകയാണെങ്കിൽ വഴുതക്കാടിന് വേണ്ടി ചെയ്യാൻ പോകുന്ന പ്രഥമ കാര്യം എന്തായിരിക്കും? നമ്മുടെ പ്രധാന ഒരു കാര്യം എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഇവിടുത്തെ കൗൺസിലറിനെ തേടി ആൾക്കാർ ഒരുപാട് നടക്കുന്നുണ്ട്. അവര് വേണ്ട സൗകര്യങ്ങളൊന്നും, സഹായങ്ങളൊന്നും, സേവനങ്ങളൊന്നും ജനങ്ങൾക്ക് വേണ്ടി ചെയ്തു കൊടുക്കുന്നില്ല. അത് തന്നെയായിരിക്കും ആദ്യം ചെയ്യാനായിട്ട് ശ്രമിക്കുന്നത്. ജനങ്ങൾ ഒരിക്കലും കൗൺസിലറിനെ തേടി നടക്കേണ്ടി വരത്തില്ല. കൗൺസിലറിന് എപ്പോഴാണോ ജനങ്ങൾക്ക് ആവശ്യം ആ സമയം ഞാനാണ് ജയിക്കുന്നതെങ്കിൽ ഉറപ്പായിട്ടും അവർക്കൊപ്പം തന്നെ ഉണ്ടാവും. അതിനു വേണ്ടിയിട്ട് നൂതനമായ ഒരുപാട് സംവിധാനങ്ങൾ നമുക്കിപ്പോൾ ഉണ്ട്. ആ രീതിയിലൊക്കെ കൈകാര്യം ചെയ്ത് നമുക്ക് വേണ്ട സൗകര്യങ്ങൾ എങ്ങനെ ജനങ്ങൾക്ക് ഫലപ്രദമായി എത്തിക്കാം എന്നുള്ളത് മനസ്സിലാക്കി അവർക്ക് വേണ്ട സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കും. മെസ്സി വരില്ലെങ്കിലും നീതു വരും. ഉറപ്പായിട്ടും മെസ്സി വരും എന്നുള്ള പ്രതീക്ഷയൊക്കെ ജനങ്ങൾക്ക് കൊടുത്ത് അവരെ പറ്റിച്ചുകൊണ്ടിരിക്കുന്ന സർക്കാരാണ് ഇപ്പോൾ ഇവിടെ ഉള്ളത്. ആ സർക്കാരിനെ പോലെ തന്നെയാണ് ഇവിടുത്തെ മൊത്ത ഭരണവും. എല്ലാം പറ്റിപ്പാണ്.
ആൾക്കാരെ എങ്ങനെ ഓരോ കള്ളത്തരങ്ങൾ പറഞ്ഞ് ഇലക്ഷൻ ടൈം ആകുമ്പോൾ കള്ളങ്ങൾ പറഞ്ഞ് വോട്ടാക്കി മാറ്റി അവരെ പറ്റിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ രീതിയിൽ തന്നെയാണ് ഈ മെസ്സി വരുന്ന കാര്യവും. ഉറപ്പായിട്ടും വഴുതക്കാട് ജനങ്ങൾ മാറി ചിന്തിക്കും. ജനങ്ങൾ ഉറപ്പായിട്ടും UDF വേണ്ടിയിട്ട് വോട്ട് ചെയ്യും. ഉറപ്പായിട്ടും ഞാൻ കൗൺസിലറായിട്ട് ഇവർക്ക് വേണ്ട സൗകര്യങ്ങളും സേവനങ്ങളും ചെയ്തു കൊടുക്കുകയാണ് ചെയ്യും. വൈറൽ പോസ്റ്ററിലെ വൈറൽ സ്ഥാനാർത്ഥിയാണ്, നല്ല വിജയപ്രതീക്ഷയിലാണ്. തിരുവനന്തപുരം വഴുതക്കാട് നിന്ന് ക്യാമറ പേഴ്സൺ രാജീവിനോടൊപ്പം RB സനു, മീഡിയ 1.